بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون صدق الله العلي العظيم في ليل حمامة على فانن وهنا وإني لنائم كذبت وبيت الله لو كنت عاشقا لما سبقتني بالبكاء الحمائم وأزعم أني هائم ذو صبابة لربي فلا أبكي وتبكي البهائم يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നീ ആയത്തുകളെ സംബന്ധിച്ചു ചുരുങ്ങിയ വിവരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഇനി
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ ആസ്പദമാക്കി ഇന്ന് സംസാരിക്കുന്ന വിഷയം അല്ലാഹുവിനെ മാത്രം, അല്ലാഹുവിൽ നിന്ന് മാത്രം എന്നതാണ്. അടിമകളായ നാം ഉടമസ്ഥനും അധികാരസ്ഥനും അധിപനും രക്ഷിതാവും പരിപാലകനും വിശാലമായ കാരുണ്യം ചെയ്യുന്നവനും പ്രത്യേകമായ കാരുണ്യം ചെയ്യുന്നവനും സ്വന്തമായി തന്നെ ആരാധനക്ക് അർഹനും സർവസ്തുതികൾക്കും അവകാശിയും ആയ അല്ലാഹു ജല്ല ജലാലുഹു അവനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതെന്നാണ് നാം ഇതുവരെ വിശദീകരിച്ച ആയത്തുകൾക്ക് ശേഷം അല്ലാഹുവിനോട് നാം തുറന്ന് പറയാൻ വേണ്ടി അവതരിപ്പിച്ച അല്ലാഹു പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ആയത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് തന്നെ അല്ലെങ്കിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു, ഞങ്ങൾ സഹായം നിന്നിൽ നിന്ന് തന്നെ തേടുന്നു. ഇങ്ങനെയാണ് ആ വാക്കിന്റെ ചെറിയ വാക്കർത്ഥം. സഹോദരന്മാരെ, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി. വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ. വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ. വഖദ് ഖലഖതുക മിൻ ഖബ്ലു, നിന്നെ ഞാൻ സൃഷ്ടിച്ചു, മിൻ ഖബ്ലു, മുമ്പ്, വലം തകു ശൈആ, നീ ഒന്നുമായിരുന്നില്ല. പരിശുദ്ധ ഖുർആൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ഉപകാരപ്രദമായ ഏത് വിഷയവും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ജീവൻ നൽകി, പഞ്ചേന്ദ്രിയങ്ങൾ നൽകി, വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ശക്തിയും അല്ലാഹു നൽകി. ആ റബ്ബ് മനുഷ്യനാവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകി. ഖുർആൻ പറഞ്ഞു, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും ثم يميتكم ثم يحييكم ثم إليه ترجعون هو الذي خلق لكم ما في الأرض جميعا. നിങ്ങൾ അല്ലാഹുവിൽ എങ്ങനെ അവിശ്വസിക്കും? നിങ്ങൾ അല്ലാഹുവിന് എങ്ങനെ നന്ദികേട് കാണിക്കും? വകുൻതും അംവാതൻ, നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്നില്ലേ? ഫഅഹ്യാകും, അല്ലാഹു നിങ്ങളെ സജീവമാക്കി, ജീവനുള്ളവരാക്കി തീർത്തു. സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീകും, പിന്നീട് നിങ്ങളെ അല്ലാഹു മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യും. സുമ്മ ഇലൈഹി തുർജഊൻ,
പിന്നീട് നിങ്ങളെ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുകയാണ്, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീആ. ഈ ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യരാകുന്ന നിങ്ങളെ നന്മയ്ക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചു. എല്ലാം അല്ലാഹുവിൻ സൃഷ്ടിച്ചത് മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ എല്ലാം മനുഷ്യന് അധീനപ്പെടുത്തി കൊടുത്തു. എന്താണ്? എല്ലാ വസ്തുക്കളും മനുഷ്യന് അധീനപ്പെടുത്തി കൊടുത്തു. വലിയ ആന, അതിനെ ചെറിയ മനുഷ്യൻ നിയന്ത്രിക്കുന്നു. ദേഷ്യം പിടിച്ചിട്ട് ആനയെ പോറ്റുന്ന പാപ്പാൻ പെട്ടെന്ന് എടാ ഒരു ചവിട്ട് തരും എന്ന് പറഞ്ഞാൽ ആന പേടിച്ചുപോയി. സഹോദരന്മാരെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആനയെ മനുഷ്യന് അധീനപ്പെടുത്തി കൊടുത്തു. പാമ്പിനെ പോറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിക്കാം, അവിടെ ഒന്നുമില്ല, അവിടെ കേസറ്റ് വിൽക്കുകയാണ്. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചതാ, വേറൊന്നുമില്ല. ഈ മനുഷ്യന്മാർക്ക് ഈ സംഗതി അറിയാൻ ഞാൻ ഭയങ്കര ബേജാറാ. എന്താണെന്ന് അറിയണം. ഒരുപാട് അറിയാത്ത സംഗതികൾ ലോകത്തുണ്ട്, അതിനെപ്പറ്റിയൊന്നും ബേജാറില്ല. ബേജാറ് അതാത് സമയത്ത് അറിയുന്ന നടക്കുന്ന മുഴുവൻ സംഗതിയും അറിഞ്ഞില്ലെങ്കിൽ വലിയ ബേജാറാണ്. ലോകത്ത് അല്ലാഹു നിശ്ചയിച്ചതൊക്കെ വരും, നിശ്ചയിക്കാത്തതൊന്നും നടക്കില്ല. ഇത് ഉറപ്പിച്ചു വെച്ചൊരു മനുഷ്യന് ലോകമൊട്ടാകെ എന്തു സംഭവിച്ചാലും ഒരു കൂസലും ഉണ്ടാവില്ല. അതുറപ്പിക്കാത്തതിന് എപ്പോഴും പേടിയും ഭയവും ഭീരുത്വവും ആയിരിക്കും. അല്ലാഹുവിൽ ലയിക്കണം മനുഷ്യന്റെ മനസ്സ്. അല്ലാഹു ജല്ല ജലാലുഹു അവൻ ആനയെ മനുഷ്യനെ അധീനപ്പെടുത്തി കൊടുത്തു. പാമ്പിനെ വളർത്തുന്ന മനുഷ്യരുണ്ട്, മനുഷ്യരെ വളർത്തുന്ന പാമ്പില്ല. സിംഹത്തെ പോറ്റുന്ന മനുഷ്യരുണ്ട്, മനുഷ്യനെ പോറ്റുന്ന സിംഹം ഇല്ല. നരിയും പുലിയും മനുഷ്യന്റെ കസ്റ്റഡിയിൽ ഉണ്ട്. അതേ സമയത്ത് മനുഷ്യൻ നരിയുടെയും പുലിയുടെയും കസ്റ്റഡിയിൽ ഇല്ല. എല്ലാം മനുഷ്യന് അല്ലാഹു അധീനപ്പെടുത്തി കൊടുത്തു. സൂര്യനും ചന്ദ്രനും സർവഗോളങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിച്ചു നടത്തുന്നു. രാത്രിയും പകലും മനുഷ്യന് വേണ്ടി അല്ലാഹു തആല വെച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ അല്ലാഹു ജല്ല ജലാലുഹു ചെയ്തു. അതുകൊണ്ടാണല്ലോ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള പശു, ആ പശുവിന്റെ മുലപ്പാല് സ്വന്തം കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും ഇല്ലാത്തവരുമൊക്കെ അതിന്റെ കുട്ടിയെ കയറിട്ട് പിടിച്ച് മാറ്റി കെട്ടുന്നു. എന്നിട്ട് അതിന്റെ അമ്മയുടെ പാല് ഇവൻ കറന്നെടുക്കുന്നു. അപ്പോൾ ഒരു പശു അവനെ ചവിട്ടിയാൽ എല്ലാ മതക്കാരും ആ പശുവിനെ കുറ്റം പറയുന്നു. ചവിട്ടുന്ന പശു, ചവിട്ടുന്ന പശു എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇവനെ ചവിട്ടിയാ മതിയോ? കാരണം ഇവൻ ചെയ്ത പണി എന്താണ്? വളരെ പ്രയാസപ്പെട്ട് പ്രസവിച്ച സ്വന്തം കുട്ടിക്ക് സ്വന്തം മുലപ്പാല് കൊടുക്കുമ്പോൾ ആ മുലപ്പാല് കുടിക്കുന്ന ചെറിയ പിഞ്ചുകുട്ടിയെ പിടിച്ച് അപ്പുറത്ത് മാറ്റി കെട്ടിയിട്ട് ഇവന്റെ ഭാര്യയല്ല, ഇവനുമായിട്ട് ഒരു കുടുംബ ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ലാത്ത പശുവിന്റെ മുലയിലേക്ക് ഇവന്റെ കൈ നീട്ടുന്നു. അപ്പോൾ ആ പശു മുലകൊള്ള കൈ നീട്ടുന്ന സമയത്ത് ചവിട്ടിയാൽ വാസ്തവത്തിൽ പശു ചെയ്തതല്ലേ ശരി? തമാശക്ക് കുട്ടികൾ പറയാറുണ്ട്, പശു കച്ചവടം ചെയ്യുന്ന ഒരു ബ്രോക്കർ നല്ല 1-ാം നമ്പർ പശുവാണ് എന്നൊക്കെ പറഞ്ഞ് പശുവിനെ വിറ്റു. പശുവിനെ
കറക്കാൻ വേണ്ടി ചെന്നപ്പോ ഒരൊറ്റ ചവിട്ടിന് പാത്രം ഒരു 1/2 കിലോമീറ്റർ അകലെ തെറിച്ചുപോയി. ബ്രോക്കറെ വിളിച്ച് ചോദിച്ചു, നീയല്ലേ നല്ല പശുവാണ് എന്ന് പറഞ്ഞത്? ഇയാൾ ചോദിച്ചു, അതിനെന്താ കുഴപ്പോ? അത് ചവിട്ടിയല്ലോ. അത് ചവിട്ടൂലല്ലോ. ചവിട്ടിയല്ലോ. നിങ്ങൾ അതിന്റെ മുലന്റെ ഭാഗത്ത് കൈ കൊണ്ടുപോയോ? അത് പിന്നെ ഏതെങ്കിലും ചവിട്ടാതിരിക്കുമോ എന്ന് ചോദിച്ചു കുട്ടികൾ തമാശക്ക് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ഈ ചവിട്ടുന്ന പശുവിനെ കുറ്റം പറയുകയല്ലാതെ ഒരു മതക്കാരനും ഈ പാല് കറന്നെടുക്കുന്നവനെ കുറ്റം പറഞ്ഞില്ലല്ലോ. എന്താ കാരണം? കാരണം അതിന്റെ മറുപടിയാണ് ഖുർആൻ പറഞ്ഞത്, വല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീആ. ഒരു വിഷയം അക്രമവും നീതിയും അനീതിയും ക്രമവും ആയിത്തീരുന്നത് ഉടമസ്ഥന്റെ തീരുമാനപ്രകാരം നടക്കുമ്പോഴും ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴുമാണല്ലോ. ഉടമസ്ഥൻ തീരുമാനിച്ചതനുസരിച്ചൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നീതിയാണ്. ഉടമസ്ഥൻ തീരുമാനിച്ചതിനും കൽപ്പിച്ചതിനും നിർദ്ദേശിച്ചതിനും എതിരായി ചെയ്താൽ അക്രമമാണ്. ഈ പശുവിന്റെ ഉടമസ്ഥനും പാലിന്റെ ഉടമസ്ഥനും പശുക്കുട്ടി ഉടമസ്ഥനും മനുഷ്യന്റെ ഉടമസ്ഥനും എല്ലാം അതിനെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയ പടച്ചവനാണ്. ആ പടച്ചവൻ പശുവിന്റെ പാല് സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ആ പശുവിന്റെ പാല് മനുഷ്യൻ കറന്നെടുക്കുന്നത് തെറ്റാണെന്ന് ലോകത്തൊരു പ്രസ്ഥാനക്കാരനും പറയുന്നില്ല. കാരണം അത് ഉണ്ടാക്കിയത് തന്നെ മനുഷ്യന് വേണ്ടിയാണ്. ഇതുപോലെ സഹോദരന്മാരെ, ഏത് ജീവികളെയും നിങ്ങളെടുത്ത് പരിശോധിച്ചോളൂ. എത്ര മത്സ്യങ്ങളെയാണ് മനുഷ്യൻ പിടിച്ചുകൊണ്ടുവന്ന് കൊന്നു തിന്നുന്നത്? അത് തെറ്റാണെന്ന് ഒരു മതക്കാരനും പറയുന്നില്ലല്ലോ. ഈ പശുവിന്റെ പാല് കറന്നെടുത്ത് കുടിക്കുന്നത് തെറ്റാണെന്ന് ഒരു മതക്കാരനും പറയുന്നില്ലല്ലോ. ഇതുപോലെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാ വസ്തുക്കളും മനുഷ്യൻ ഉപയോഗിക്കുന്നു. കാരണം ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ നിനക്ക് ഉപകരിക്കുന്ന മുഴുവൻ വിഷയങ്ങളെയും നിന്റെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്ന രാജാവ്, നിനക്കത് മുഴുവനും അനുഭവിക്കാൻ പറ്റുന്ന ജീവനും അതുപോലെ കാഴ്ചയും കേൾവിയും അറിവുമൊക്കെ തന്നിട്ടുള്ള രാജാവ്, ആ രാജാവാണല്ലോ ഇതുവരെയും നമ്മൾ വിവരിച്ചിട്ടുള്ളത്. ആ രാജാവ് അവൻ വല്ലാത്ത കാരുണ്യമുള്ളവൻ തന്നെ. അവൻ എല്ലാ സ്തുതികൾക്കും അർഹൻ തന്നെ. അവൻ ലോകത്തുള്ള മുഴുവൻ സംഗതികളെയും ഒരുപോലെ പോറ്റി വളർത്തുന്നവൻ തന്നെ. അങ്ങനെയുള്ളൊരു സ്ഥാനം, ആ സ്ഥാനമുള്ള യജമാനനായ റബ്ബ്, സഹോദരന്മാരെ, ആ റബ്ബ് അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അവൻ ഈ മനുഷ്യനെ എന്തിനു വേണ്ടി പടച്ചു എന്നവൻ പറയുകയാണ്. എല്ലാ സാധനങ്ങളും പഠിച്ചത് മനുഷ്യന് വേണ്ടി. എന്നാൽ പിന്നെ മനുഷ്യനെ എന്തിനു വേണ്ടി പടച്ചു? അതിന്റെ മറുപടി അല്ലാഹു പറയുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എല്ലാം പടച്ചത് മനുഷ്യന് വേണ്ടി. മനുഷ്യനെ പടച്ചത് എന്നെ അറിഞ്ഞ് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. അല്ലാഹുവിനെ മനുഷ്യൻ അറിയണം, അവനെ ഇബാദത്ത് ചെയ്യണം. അതിനു വേണ്ടിയാണ് മനുഷ്യനെ അല്ലാഹു പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെ നിർദ്ദേശമാണ്, യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കും. ഓ ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, വെറുതെയല്ല നിങ്ങളോട് ആരാധിക്കണമെന്ന് പറയുന്നത്. റബ്ബക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവനാണ്. അവനെ ആരാധിക്കണമെന്ന് പറയുന്നത്. നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവ്, ഒന്നുകൂടി വിവരിക്കട്ടെ, അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയവൻ അവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്കിവിടെ ഉണ്ടാകാൻ കാരണമായ നിങ്ങളെ മുൻഗാമികളിലെ അവരെയും ഉണ്ടാക്കിയവൻ അവൻ തന്നെയാണ്. അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവീൻ. അപ്പൊ ഇബാദത്ത് എന്ന് പറയുന്ന സംഗതി, ആ സംഗതിക്ക് യഥാർത്ഥത്തിൽ കാരണമായി ഭവിക്കുന്നത് എന്താണ്? അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി എന്നതാണ്. മറ്റൊന്ന്, നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു ചെയ്തു തന്നു എന്നതാണ്. സർവ ഗുണങ്ങളും നൽകി എന്നതാണ്. ഇതാണ് ഇതുവരെ വന്ന ആയത്തുകളിൽ വിവരിച്ച കാര്യങ്ങളും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞതും അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതും
മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞതും അതിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതും ഇതെല്ലാം അറിയിച്ചത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അവന്റെ കാരുണ്യത്തെ കുറിച്ചും അവന്റെ ഉടമസ്ഥാധികാരത്തെ സംബന്ധിച്ചും അവൻ എല്ലാം പോറ്റി വളർത്തുന്ന രാജാവാണെന്നതിനെ കുറിച്ചും എല്ലാ സ്തുതിയുടെയും അർഹതയാണെന്നതിനെ സംബന്ധിച്ചും അവന്റെ പേര് കൊണ്ട് ആരംഭിക്കുന്നതിലേ ബറക്കത്തുള്ളൂ എന്നതിനെ കുറിച്ചുമല്ലേ. എന്നാൽ ഇതെല്ലാമുള്ള റബ്ബ്, ആ റബ്ബിന് മനുഷ്യൻ ആരാധിക്കേണ്ടവനാണെന്ന് പറയേണ്ടതില്ലല്ലോ. അവന്റെ കൽപ്പനകൾ അനുസരിച്ച് കർമ്മം പ്രവർത്തിക്കേണ്ടതാണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ ആ കർമ്മത്തിന് അർഹനായി, ഇബാദത്തിന് അർഹനായി ഇവനല്ലാതെ മറ്റൊരാളും തന്നെ, അള്ളയല്ലാതെ മറ്റൊരാളും തന്നെ ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അള്ളയല്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടില്ലല്ലോ. അള്ളയല്ലാതെ വെള്ളം തന്നിട്ടില്ലല്ലോ. അള്ളയല്ലാതെ മഴ വർഷിപ്പിച്ചിട്ടില്ലല്ലോ. അള്ളയല്ലാതെ ഇവിടെ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അവനല്ലാതെ ജീവികളെയും ജീവികളിലുള്ള വസ്തുക്കളെയും തന്നിട്ടില്ലല്ലോ. എല്ലാം തന്നവൻ അവനല്ലേ. അതുകൊണ്ട് അവന് മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. എന്താണ് ഈ ആരാധന? ആരാധന എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത് കേവലം ഒരു ആദരവല്ല, ബഹുമാനമല്ല. പിന്നെയോ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കലല്ല, പറയലല്ല. എന്താണ് ആരാധന എന്ന് പറയുന്നത്? ആരാധന എന്ന് പറയുന്നത് പണ്ഡിതന്മാർ അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ നിർവചനം വിവരിക്കുന്നു. അന്നൽ ഇബാദത്തു ഇബാറത്തുൻ അൻ നിഹായത്തി തഅ്ദീം വഹിയ ലാ തലീഖു ഇല്ലാ ബിമൻ സദറ അൻഹു ഗായത്തുൽ ഇന്നാം. അങ്ങേയറ്റത്തെ ബഹുമാനത്തിനാണ് ആരാധന എന്ന് പറയുന്നത്. അങ്ങേയറ്റത്തെ ബഹുമാനം എന്ന് പറഞ്ഞാലോ അത് പ്രവൃത്തി കൊണ്ട് വേർതിരിക്കാൻ സാധ്യമല്ല. പിന്നെയോ വിശ്വാസം കൊണ്ട് വേർതിരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അങ്ങേയറ്റത്തെ അനുഗ്രഹം ചെയ്യുന്നവൻ, അങ്ങേയറ്റത്തെ നന്മ ചെയ്യുന്നവൻ എന്ന നിലക്ക് ചെയ്യുന്ന ബഹുമാനം എന്താണോ ആ ബഹുമാനം എത്ര ചെറുതാണെങ്കിലും അത് ആരാധന തന്നെ. ഇനി നിങ്ങളൊന്ന് നോക്കൂ സഹോദരന്മാരെ, നിങ്ങളൊന്ന് നോക്കൂ. ഒരു മനുഷ്യൻ രാവിലെ സുബഹി മുതൽക്ക് അതേ മഗ്രിബ് വരെ നിരാഹാര സമരം നടത്തുന്നു. എന്തിനാ നിരാഹാര സമരം നടത്തുന്നത്? ആ നിരാഹാര സമരം നടത്തുന്നത് അവന്റെ നേതാവിനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ജയിലിൽ നിന്ന് നേതാവിനെ മോചിപ്പിക്കാൻ ഒരനുയായി ആ നേതാവിനോടുള്ള ബഹുമാനം നിമിത്തം സുബഹി മുതൽക്ക് മഗ്രിബ് വരെ നിരാഹാരം കിടക്കുകയാണ്. എന്നാൽ ആ നേതാവിനെ ആരാധിച്ചവനാണോ ഇവൻ? അല്ല, ബഹുമാനിച്ചവനാണോ? നേതാവിനെ ബഹുമാനിച്ചവനാണ്, ആരാധിച്ചവനല്ല. നേരെ മറിച്ച് അതേ കാര്യം അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് സുബഹി മുതൽക്ക് മഗ്രിബ് വരെ അള്ള കൽപ്പിച്ച വിധത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചാലോ അപ്പോൾ അത് ആരാധനയാണ്. കാരണം എല്ലാ അനുഗ്രഹത്തിന്റെയും ഉടമസ്ഥൻ എന്ന നിലക്കാണ് ഈ ബഹുമാനം. നേരത്തെ ഉള്ളത് എന്റെ ഒരു നേതാവ് എന്ന നിലക്ക് മാത്രം അദ്ദേഹം ചെയ്തൊരു കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, നിസ്കാരത്തിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, അത് അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള നൃത്തമാണ്, അത് ആരാധനയുടെ ഭാഗമാണ്. ഖുത്ബ ഓതുന്ന സമയത്ത് ഖതീബ് എഴുന്നേറ്റ് നിൽക്കുന്നു, അത് അള്ളാഹുവിനുള്ള ആരാധനയാണ്, അല്ലേ? എന്നാൽ ബാപ്പ വരുന്ന സമയത്ത് മകൻ എഴുന്നേറ്റ് നിൽക്കുന്നു, ഈ എഴുന്നേറ്റ് നിൽക്കൽ ബാപ്പക്ക് ആരാധനയല്ല, മറിച്ച് അള്ളാഹുവിനുള്ള ആരാധനയാണ്, ബാപ്പയെ ബഹുമാനിക്കലാണ്. ബാപ്പ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നത് അത് ആരാധനയാണ്, പക്ഷേ ബാപ്പക്കല്ല ആരാധന അള്ളാഹുവിനാണ്. അതേ സമയത്ത് ബഹുമാനം ഈ ബാപ്പക്കാണ്. ഒരാൾ ഉമ്മ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ആ എഴുന്നേറ്റ് നിൽക്കൽ ഉമ്മാനെ ബഹുമാനിച്ചുകൊണ്ടാണ്, പക്ഷെ ഉമ്മക്ക് ആരാധനയല്ല, കേവലം ബഹുമാനം മാത്രമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു പ്രവർത്തനത്തിന്റെ രൂപം കൊണ്ടല്ല ആരാധനയാണോ അല്ലേ എന്നത് മനസ്സിലാക്കേണ്ടത്, മറിച്ച് ആരാധരിക്കപ്പെടുന്നുവോ അവനെ കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം ആരാധനയാകുന്നത്. അപ്പൊ അങ്ങേയറ്റത്തെ ബഹുമാനം എന്ന് പറയുന്നത് അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടേണ്ടവൻ, അങ്ങേയറ്റത്തെ നന്മ ലഭിക്കുന്നവൻ, നന്മ നൽകുന്നവൻ എന്ന നിലക്ക് ഒന്നിനെ ബഹുമാനിക്കുമ്പോൾ ആ ബഹുമാനം ആരാധനയായി തീരുന്നു. ഇതാണ് ഭാഷയിൽ ആരാധന എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത്. അത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു.
അതാർക്കേ അനുയോജ്യമാവുകയുള്ളൂ? ഇമാം റാസി റഹിമഹുല്ല പറയുന്നു, ലാ തലീഖു ഇല്ലാ ബിമൻ സദറ അൻഹു ആയത്തുൽ ലിന്നാം. അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ ആരോ അവന് മാത്രമേ അങ്ങേയറ്റത്തെ ബഹുമാനം അനുയോജ്യമാകുന്നുള്ളൂ. ശരിയല്ലേ? നമുക്കാരിൽ നിന്ന് എന്ത് ഗുണം കിട്ടിയാലും അതൊക്കെ അള്ള കൊടുക്കുന്ന കഴിവ് കൊണ്ടുള്ള ഗുണങ്ങളല്ലേ? അള്ള കൊടുക്കുന്ന തൗഫീഖ് കൊണ്ടല്ലേ? അള്ള കൊടുക്കുന്ന സ്ഥാനം കൊണ്ടല്ലേ? അതുകൊണ്ട് അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവരായി അള്ളാഹുവിനെ അല്ലാതെ ഒരു മുസ്ലിം കാണുന്നില്ല. ഗുണം നമുക്ക് മലക്കുകൾ ഗുണം ചെയ്യുന്നുണ്ട്, അമ്പിയാക്കൾ ഗുണം ചെയ്യുന്നുണ്ട്, ഔലിയാക്കൾ ഗുണം ചെയ്യുന്നുണ്ട്, പണ്ഡിതന്മാർ ഗുണം ചെയ്യുന്നുണ്ട്, പണക്കാർ ഗുണം ചെയ്യുന്നുണ്ട്, ആരോഗ്യമുള്ളവർ ഗുണം ചെയ്യുന്നുണ്ട്, ഡോക്ടർമാർ ഗുണം ചെയ്യുന്നുണ്ട്, എഞ്ചിനീയർമാർ ഗുണം ചെയ്യുന്നുണ്ട്, വക്കീലന്മാർ ഗുണം ചെയ്യുന്നുണ്ട്, കോടതിയിലെ ജഡ്ജി ഗുണം ചെയ്യുന്നുണ്ട്, പോലീസുകാർ ഗുണം ചെയ്യുന്നുണ്ട്, ഭരണാധികാരികൾ ഗുണം ചെയ്യുന്നുണ്ട്, ഭരണാധികാരികൾക്ക് ചിലപ്പോൾ അനുയായികൾ ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങേയറ്റത്തെ ഗുണമല്ല. കാരണം അള്ള കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണമാണ്. അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ എല്ലാ ഗുണത്തിന്റെയും ഉടമസ്ഥനായ, എല്ലാറ്റിന്റെയും അധിപനായ പടച്ചവൻ മാത്രമേ അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അവര് മാത്രമേ അങ്ങേയറ്റത്തെ ആദരവ്, അങ്ങേയറ്റത്തെ ബഹുമാനമായ ഇബാദത്ത് നിർവഹിക്കാൻ അധികാരമുള്ളൂ. അവന് മാത്രമേ അവകാശമുള്ളൂ. ഇതാണ് സഹോദരന്മാരെ നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്ന് പറയുന്ന ആ തൗഹീദിന്റെ കലിമത്ത് അറിയിക്കുന്നതും ഇതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഓ നബിയേ, അങ്ങേക്ക് മുമ്പ് ഒരു റസൂലിനെയും നമ്മൾ അയച്ചിട്ടില്ല. എല്ലാ റസൂലുമാർക്കും നമ്മൾ കൊടുക്കുന്ന സന്ദേശം ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, ഫഅ്ബുദൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ തന്നെ ആരാധിക്കുകയും. ഇതിനെതിരായിരുന്നു അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, ഫിർഔൻ, നമ്രൂദ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ആളുകൾ. അവർക്ക് ഈ ആശയം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ, പറയൂ നബിയേ, അഫഗൈറല്ലാഹി തഅ്മുറുനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. ഓ വിവരം കെട്ടവരേ, നിങ്ങൾ അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനെ ആരാധിക്കാൻ എന്നോട് കൽപ്പിക്കുകയോ? അത് അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇനി സഹോദരന്മാരെ, ഞാനൊന്നുകൂടി പറയട്ടെ, ആ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന ശിർക്ക് അത് അല്ലാഹു അല്ലാത്തതിന് ആരാധന നിർവഹിച്ചു എന്നതാണ്. ഖുർആൻ തന്നെ പറയട്ടെ, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. ഓ നബിയെ, തങ്ങൾക്കും സന്ദേശം നൽകി, തങ്ങളെ മുമ്പുള്ള നബിമാർക്കും സന്ദേശം നൽകി, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ പടച്ചവന് മാത്രം അർഹതപ്പെട്ട ഒരു വിഷയത്തിൽ മറ്റൊന്നിനോ മറ്റൊരുത്തർക്കോ കൂറുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം മറ്റുള്ളതിന് വകവെച്ചു കൊടുത്താൽ, ലയഹ്ബതന്ന അമലുക, നിങ്ങളെ പ്രവൃത്തി അങ്ങനെ തന്നെ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും. അതുകൊണ്ട് എന്ത് വേണം? ബലില്ലാഹ ഫഅ്ബുദ്, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധന നടത്തുക. വകും മിനശ് ശാകിരീൻ, നിങ്ങൾ നന്ദിയുള്ളവരിൽ ഉൾപ്പെടുക. അപ്പൊ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞപ്പോൾ അബൂജഹൽ അത് അംഗീകരിച്ചില്ല. ഖുർആൻ തന്നെ പറയട്ടെ, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുമ്പോ അതാ അബൂജഹൽ അംഗീകരിക്കുന്നില്ല, ഉത്ബത്ത് അംഗീകരിക്കുന്നില്ല, ശിർക്കന്മാർ ആരും തന്നെ അംഗീകരിക്കുന്നില്ല. അവർ അഹങ്കാരം നടിക്കുകയാണ്. വയഖൂലൂന അഇന്നാ ലതാരികു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ. ഈ പാട്ടുകാരനായ മുഹമ്മദ്, ആ മുഹമ്മദിന്റെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ദൈവങ്ങളെയൊക്കെ നമ്മൾ കൈയൊഴിക്കാനോ എന്നായിരുന്നു അവർ പ്രതികരിച്ചിരുന്നത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആശയം, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുന്ന ആശയം, അത് അംഗീകരിക്കാതിരിക്കുന്നതാണ് ശിർക്ക്. സഹോദരന്മാർ ചിന്തിക്കൂ, ഇത് ഖുർആൻ വ്യക്തമായി പറയും. ഇതുകൊണ്ട് തന്നെ ഖുർആൻ ധാരാളം
ആയത്തുകളിൽ അത് തന്നെ പറയുന്നു. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ആരാധ്യനെ ആരാധിക്കാത്തവരാണ്, മറ്റൊരു ഇലാഹാണ്, മറ്റൊരു ഇലാഹിനെ, മറ്റൊരു ആരാധ്യനെ വിളിക്കാത്തവരാണ്. അവരാണ് സത്യവിശ്വാസികൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ. അതുപോലെ ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെ വേറൊരു ആരാധ്യനെ ആരാധിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരു ആരാധ്യനെ വിളിച്ചാൽ, അതിനൊരു തെളിവും ആർക്കും ഇവിടെ പറയാനില്ല. ഇവിടെ ലോകത്ത് ആരാധിക്കപ്പെടാൻ, എവിടെയും ആരാധിക്കപ്പെടാൻ അല്ലാഹുവല്ലാതെ അർഹനില്ല. ഇത് പഠിപ്പിക്കുന്ന ആയത്താണ് ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നിർവഹിക്കുന്നു. ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കുന്നു. സംഭാവനകൾ കൊണ്ടുവന്നവരിൽ സ്വീകരിക്കാൻ മുനീർ സഖാഫി, മഹമ്മൂദ് മുസ്ലിയാർ, ബഷീർ സഖാഫി തുടങ്ങിയവർ കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, സിറാജുൽ ഹുദ അനുഭവങ്ങൾ അത്ഭുതങ്ങൾ എന്ന പുതിയ പുസ്തകം നേരത്തെ ഇറങ്ങിയതല്ല, അതിലുള്ള അനുഭവങ്ങളും അല്ല. അത് ഒരു 10 രൂപ കൊടുത്ത് നിങ്ങളൊന്ന് വാങ്ങി വായിച്ചു നോക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം ഇടയ്ക്ക് സൂചിപ്പിക്കുന്നു. സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന, അതിന്റെ കീഴിൽ പഠിക്കുന്ന 6000-ഓളം കുട്ടികളുണ്ട്, പല സ്ഥലങ്ങളിലായി പഠിക്കുന്നു. അതിൽ കുറെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് വേണ്ടി നാം സംഭാവനയൊന്നും ആരോടും ചോദിക്കാറും പിരിക്കാറും ഇല്ല. അവരുടെ ടീച്ചർമാർക്ക് കൊടുക്കുന്ന ശമ്പളം അവർ ഫീസായി തന്നെ കൊടുക്കുന്നതാണ്. എന്നാൽ ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികൾ, അതുപോലെ ദഅവ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾ, അതിന്റെ പുറമെ ഹരിയാനയിൽ നിന്നും വന്ന് പഠിക്കുന്ന, ഖുർആൻ അറിയാത്ത, നിസ്കാരം അറിയാത്ത, ഒന്നും പഠിക്കാൻ നാട്ടിൽ സംവിധാനമില്ലാത്ത വളരെ പാവപ്പെട്ട കുട്ടികൾ. ആ കുട്ടികൾക്ക് വന്നപ്പോൾ ബ്രഷ് വരെ, തുണി വരെ നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. അത്രയും പാവപ്പെട്ട മക്കൾ. അങ്ങനെയുള്ള മക്കൾ 54 കുട്ടികൾ സിറാജുൽ ഹുദയിൽ പഠിക്കുന്നു. ആ കുട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കണം, അതുപോലെ അവർക്കെല്ലാം ചികിത്സ വേണം, ചിലർക്ക് വസ്ത്രം വേണം. അങ്ങനെ ഒരുപാട് ചെലവുകൾ ഉണ്ട്. ആ മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഹരിയാനയിലെ ഈ 54 കുട്ടികൾ, വളരെ പാവപ്പെട്ട കുട്ടികൾ, അവർക്ക് ഈ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒരു നാട്ടിൽ പോകില്ല, ഒരു കൊല്ലത്തിലൊരിക്കലേ പോവുള്ളൂ. ചെറിയ മക്കൾ. ആ മക്കൾക്ക് മറ്റുള്ള കുട്ടികളൊക്കെ പുതിയ ഡ്രസ്സും ഇട്ട് പള്ളിയിൽ വരുമ്പോൾ ആ കുട്ടികൾക്കും ഒരു പുതിയ ഡ്രസ്സ് വേണ്ടേ? അതിന് 54 കുട്ടികൾക്ക് ഡ്രസ്സ് കിട്ടണം. ഒരു കുട്ടിക്ക് 400 ഉറുപ്പിക വരും. മൊത്തം കുട്ടികൾക്ക് 21,600 ഉറുപ്പിക മതി. ഒറ്റ ഒരാൾ അത് എന്റെ വകയിൽ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ നിന്ന് വസ്ത്രം നൽകുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം, ഇല്ലെങ്കിൽ കുറച്ച് ആളുകൾ കൂടി കൊടുക്കണം എന്ന് ഉണർത്തുന്നു. അതിനുവേണ്ടി ഇപ്പോൾ പറഞ്ഞ് സമയം പോക്കുന്നില്ല. സഹോദരന്മാരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ സൃഷ്ടിച്ചു, സംവിധാനിച്ചു, സംരക്ഷിച്ചു വരുന്നു എന്നതുകൊണ്ട് അവൻ മാത്രമേ ആരാധനക്കർഹൻ ഉള്ളൂ. ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു അല്ലാഹ്. ഇത് പഠിപ്പിക്കുന്ന ആയത്താണ് ഇയ്യാക നഅ്ബുദു എന്ന ആ ആയത്തിന്റെ ആദ്യ ഭാഗം. ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ വിശദീകരിച്ചതനുസരിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലുള്ള ഇമാമിങ്ങളൊക്കെ അവരുടെ കിതാബുകൾ വിവരിച്ചതനുസരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വരുമ്പോൾ ഇയ്യാക, നിനക്ക് മാത്രം, നഅ്ബുദു, ഞങ്ങൾ ആരാധന നടത്തുന്നു. ഇവിടെ പണ്ഡിതന്മാർ കുറെ വിഷയങ്ങൾ പറഞ്ഞു. ഒന്ന്, എന്തിനാണ് ഇയ്യാക എന്ന് ആദ്യം പറഞ്ഞത്? നഅ്ബുദുക എന്ന് പറഞ്ഞുകൂടായിരുന്നു? നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക എന്ന് മുന്തിച്ച് പറഞ്ഞത് എന്തിനാണ്? അതിന് കുറെ കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. 1-2 മാത്രം ഞാൻ പറയാം, ഒക്കെ ഇപ്പൊ പറയാൻ സാധ്യമല്ല. ഒന്ന്,
അല്ലാഹുവേ നിനക്ക് മാത്രം എന്ന് മനുഷ്യൻ ആദ്യം ഉടമസ്ഥനായ പടച്ചവനെ കുറിച്ച് പറയുന്നു, ശേഷം അടിമയായ ഞാൻ ഇബാദത്ത് എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ അള്ളാഹുവിനെ പറയിൽ മുന്തിച്ചുകൊണ്ട് മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആരാധിക്കുന്നത് അള്ളാഹുവിനാണല്ലോ എന്ന നിലക്ക് തളർച്ച വരാതെ, മടി വരാതെ, അള്ളാഹുവിനെ തന്നെയാണ് ഞാൻ ആരാധിക്കുന്നത്, അവനെ ആരാധിക്കുന്ന ഞാൻ മടിയനാകേണ്ടവനല്ല, ആരാധനയിൽ നിന്ന് മാറിപ്പോകേണ്ടവനല്ല എന്നിങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ സൂചിപ്പിക്കാനാണ് ഇയ്യാക എന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടെ തന്നെ പണ്ഡിതന്മാര് മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നു. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയ്യാക നഅ്ബുദു നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞത് എന്തിനാണ്? ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു കുറെ കാരണങ്ങൾ പറയുന്നു. അതിൽ ചിലത് മാത്രം ഞാൻ വിവരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ പറയാണ്, അള്ളാഹുവിന്റെ അടിമയാവുക എന്നതൊരു അഭിമാനമാണ്. ഹരിയാനയിലെ കുട്ടികളുടെ ഡ്രസ്സ് പറഞ്ഞല്ലോ, അത് ഒരാൾ ഏറ്റിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്ന് വസ്ത്രം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു അദ്ദേഹത്തിന് അത് എളുപ്പത്തിൽ സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഉണർത്തുന്നു, ഇയ്യാക നഅ്ബുദു നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയാൻ ഞങ്ങൾ എന്ന് സാധാരണ പറയൽ ഒരു മഹത്വം, ഒരു ബഹുമാനം കൽപ്പിച്ചുകൊണ്ടുള്ള വാക്കാണല്ലോ. അപ്പൊ ഞങ്ങൾ എന്ന് പറയാനുള്ള ബഹുമാനം എന്താണ് ഇവിടെ? ഇമാം റാസി പറയുന്നു, അല്ലാഹുവിനെ ആരാധിക്കുന്നവർ എന്ന് പറഞ്ഞാൽ തന്നെ പടച്ചവന്റെ അടിമത്വം സ്വീകരിച്ചവർ, പടച്ചവന്റെ അടിമകളായി അവന്റെ ആരാധനയ്ക്ക് ഇറങ്ങിപ്പുറപ്പെട്ടവർ, അവരതുകൊണ്ട് തന്നെ ബഹുമാനമുള്ളവരായി എന്നത് വരുത്താനാണ് നഅ്ബുദു ഞങ്ങൾ എന്ന ബഹുമാനത്തിന്റെ വാചകം സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു കാരണം. മറ്റൊന്ന് പറയുന്നു, അതെ, അതിന്റെ പുറമെ കിബിർ വരാതിരിക്കാൻ വേണ്ടിയുമാണ്. അതെന്താണ്? ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുമ്പോ ഒരു ഞാൻ 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 എന്ന വിചാരം, അതൊരു കിബിറാണല്ലോ. അതുകൊണ്ട് ഞാൻ മാത്രമാണ് ആരാധിക്കുന്നവരെന്ന് പറയാതെ ഞങ്ങളെല്ലാം നിനക്ക് ആരാധിക്കുന്നവര് തന്നെ, ഞാൻ അക്കൂട്ടത്തിൽ ഒരു മെമ്പർ മാത്രമാണ് എന്ന താഴ്മ വരാനും കൂടിയാണ് ഞങ്ങൾ എന്ന പ്രയോഗം പ്രയോഗിച്ചത്. മറ്റൊന്ന് പണ്ഡിതന്മാര് പറയുന്നു, ഈ സൂറത്തോതിയിട്ടുള്ള നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കണം എന്നതിലേക്കും ഞങ്ങൾ ആരാധിക്കുന്നു എന്ന ആ ഞങ്ങൾ എന്ന പ്രയോഗത്തിൽ സൂചനയുണ്ട്. മറ്റൊന്ന് പണ്ഡിതന്മാര് പറയുന്നു, അതെ, ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയാൻ കാരണം മുഅ്മിനീങ്ങളെല്ലാം സഹോദരന്മാരാണല്ലോ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യതേ സഹോദരന്മാരാണല്ലോ സത്യവിശ്വാസികൾ. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബേ, നിന്നോട് ഞാനൊരു കാര്യം സംസാരിക്കുമ്പോ ഞാൻ എന്റെ കാര്യം മാത്രം പറയുന്നവനല്ല, ഞങ്ങൾ എല്ലാവരുടെ കാര്യവും പറയുന്നു. കാരണം എല്ലാ മുസ്ലിമീങ്ങളും എന്റെ സഹോദരന്മാരാണല്ലോ. എല്ലാ നിസ്കാരക്കാരും എല്ലാ ഫാത്തിഹ ഓതുന്നവരും എന്റെ സഹോദരന്മാരാണല്ലോ. അതുകൊണ്ട് നിന്നോട് ഇയ്യാക അഅ്ബുദു എന്നോ നഅ്ബുദുക എന്നോ പറയാതെ ഞങ്ങളുടെ കാര്യം, എല്ലാവരുടെ കാര്യവും ഞാൻ തന്നെ സംസാരിക്കുന്നു. കാരണം ഞങ്ങൾക്കൊരു വേറിട്ടുകൊണ്ടുള്ള മനസ്സില്ല, ഞങ്ങൾ എല്ലാവരും ഒരേ മനസ്സുകാർ തന്നെ. ഈ ഉമ്മത്ത് മുഴുവനും ഒന്ന് തന്നെ എന്ന ഐക്യത്തിലേക്കും എന്ന യോജിപ്പിലേക്കും സാഹോദര്യത്തിലേക്കും സൂചിപ്പിക്കാനാണതെന്ന് ഇമാം റാസി വിവരിക്കുന്നു. മറ്റൊന്ന് ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ, ഞാനിത് പറയുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിന്റെ പേര് കൊണ്ട് ബറക്കത്ത് എടുത്തുകൊണ്ട് തുടങ്ങിയതല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നിന്നെ ഞാൻ സ്തുതിച്ച് പറഞ്ഞതല്ലേ. അതിന്റെ പുറമെ അർറഹ്മാനിർ റഹീം, അർറഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമാണെന്ന് നിന്നെ ഞാൻ പുകഴ്ത്തിയതല്ലേ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ.
ഇതെല്ലാം ഞാൻ ഇതാ ഫാത്തിഹയിൽ ഓതിക്കഴിഞ്ഞില്ലേ, ഇതെല്ലാം പറഞ്ഞ് നിന്നെ പുകഴ്ത്തിയ ഒരാളല്ലേ ഞാൻ. അല്ലാഹുവേ, ഇത്രയും നിന്നെ പുകഴ്ത്തി കഴിഞ്ഞ സ്ഥിതിക്ക് നിന്റെ കാരുണ്യത്തിന് ഞാൻ അർഹനായി കഴിഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എന്റെ കാര്യത്തിൽ മാത്രം സംസാരിച്ചാൽ പോരാ, മറ്റുള്ളവരുടെ കാര്യത്തിലും ഞാൻ സംസാരിച്ചാൽ നീ സ്വീകരിക്കുമെന്ന സ്ഥാനം നിന്നെ പുകഴ്ത്തിയത് കൊണ്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആ സ്ഥാനം എനിക്ക് കൈവരിച്ചു എന്ന ആഗ്രഹത്തിന്റെയും ആ ചിന്തയിൽ നിന്നുടലെടുക്കുന്ന വാചകമായി അല്ലാഹു പറയുകയാണ്, ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു. ഇത്രയും നിന്നെ പ്രശംസിച്ച് ഈ ആയത്ത് മുഴുവനും ഓതിയ എനിക്ക് മറ്റുള്ളവരെ കാര്യത്തിലും പറയാനുള്ള ഒരു അർഹത നീ തന്നതായി ഞാൻ കണക്കാക്കുന്നു എന്ന നിലക്കാണ് ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇയ്യാക നഅ്ബുദു എന്നത് ഒരു തവസ്സുലാണ് കേട്ടോ. തവസ്സുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു ബഹുമാനിച്ചതിനെ മുൻനിർത്തി നമ്മുടെ കാര്യം ശരിപ്പെടാൻ വേണ്ടി പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിനാണല്ലോ തവസ്സുൽ എന്ന് പറയുന്നത്. അല്ലാഹു ബഹുമാനിച്ച ഒന്നിനെ മുൻനിർത്തി അള്ളാഹുവിനോട് പറയുക നമുക്ക് കാര്യം കിട്ടാൻ വേണ്ടി, ഇതിനാണല്ലോ തവസ്സുൽ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, വഖദ് ദല്ലൽനാ അലാ അന്നഹു ഖായിമുൻ മഖാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറയുകയാണ്, ലിഅന്ന ഖൗലഹു ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന വാചകം ദഖല ഫീഹി ഇബാദത്തുൽ മലായികതി, ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോ ഞാൻ മാത്രമല്ല മലക്കുകളും ആരാധിക്കുന്നുണ്ട്, വഇബാദത്തുൽ അംബിയായി, അംബിയാക്കളും ആരാധിക്കുന്നുണ്ട്, വൽ ഔലിയായി, ഔലിയാക്കളും ആരാധിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ മാത്രമല്ല മലക്കുകളും ആരാധിക്കുന്നു, അംബിയാക്കളും ആരാധിക്കുന്നു, ഔലിയാക്കളും ആരാധിക്കുന്നു, സാധുവായ ഞാനും ആരാധിക്കുന്നു. അല്ലാഹുവേ നീ വലിയ മാന്യത പടച്ചവനല്ലേ, മാന്യന്മാരെ പടച്ചവനല്ലേ, എന്റെ ഇബാദത്ത് നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുമ്പോ എന്റേത് മാത്രം സമർപ്പിക്കാതെ ഞങ്ങളതെല്ലാം കൂടി നിന്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോ നീ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും മലക്കുകളുടെയും ഇബാദത്ത് നീ സ്വീകരിച്ചിട്ട് എന്റേത് മാത്രം സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ നീ അങ്ങനെ മാന്യതയില്ലാത്തവനല്ലല്ലോ. ആ മഹാന്മാരുടെ ഇബാദത്തിന്റെ കൂടെ എന്റെ ഇബാദത്തും കൂടി ഞാൻ അങ്ങ് സമർപ്പിക്കുമ്പോൾ മറ്റുള്ള മഹാന്മാരുടെ ഇബാദത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ഇബാദത്തും കൂടി സ്വീകരിക്കണം എന്നതിനു വേണ്ടി എല്ലാ മഹാന്മാരെ ഇബാദത്തും കൂട്ടിക്കലർത്തിയിട്ട് ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് ബഹുവചനത്തിന്റെ വാചകം പറയുന്നത് അത് ബറക്കത്ത് കൊണ്ടുള്ള ചോദ്യമാണ്. മഹാന്മാരെ ഇബാദത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ഇബാദത്തും കൂടി സ്വീകരിക്കണമേ എന്ന അർത്ഥത്തിലാണിത് പറയുന്നതെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്നു, തഖ്ദീറുക അന്നൽ അബ്ദ യഖൂലു ഇലാഹി ഇല്ലം തകുൻ ഇബാദതി മഖ്ബൂലതൻ ഫലാ തറുദ്ദനി ലിഅന്നി ലസ്തു ബിവഹീദിൻ ഫീ ഹാദിഹിൽ ഇബാദതി ബൽ നഹ്നു കസീറൂൻ ഫഇൻ ലം നസ്തഹിഖ അൽ ഇജാബത വൽ ഖബൂല ഫതശഫഉ ഇലൈക ബിഇബാദതി സായിരിൽ മുതഅബ്ബിദീന ഫാജിബ്നി. എന്റെ ഇബാദത്തിന് വല്ല തകരാറുമുണ്ടെങ്കിൽ, ഞാൻ ഉത്തരം കിട്ടാത്തവനാണെങ്കിൽ പടച്ച റബ്ബേ മഹാന്മാരെ ഇബാദത്തിന്റെ കൂടെ കലർത്തിയിട്ട് അവര് മുഖേന എന്റെ ഇബാദത്തും കൂടി സ്വീകരിച്ചു കിട്ടണമെന്ന നിലക്ക് ഞാൻ അവരെ ഇബാദത്ത് കൊണ്ട് ശുപാർശ തേടുന്ന നിലക്ക് നിനക്കിതാ ഇബാദത്ത് സമർപ്പിക്കുന്നു. നീ അതുകൊണ്ട് അവരെ ഇബാദത്തിന്റെ കൂടെ കലർത്തി എന്റെ ഇബാദത്ത് സമർപ്പിച്ചതിനാൽ നീ അതിന് ഉത്തരം ചെയ്യണേ, നീ സ്വീകരിക്കണേ എന്ന അർത്ഥത്തിലേക്കും ഇയ്യാക നഅ്ബുദു നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന ബഹുവചനം സൂചിപ്പിക്കുന്നതായി ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇമാം ബൈളാവിയും എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും വിശദീകരിക്കുന്നു. ഇതുകൊണ്ടാണ് ബഹുവചനം പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി തന്നെയല്ലേ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ ഇബാദത്തിന് പകരം ചെറുപ്പക്കാരെ
കളിയും ചിരിയുമായി നമ്മുടെ കാലം കഴിക്കരുത് കേട്ടോ. നമ്മൾ കുറെ ആഹ്ലാദിക്കാൻ വേണ്ടി പടക്കപ്പെട്ടവരല്ല, കുറെ കളിക്കാൻ വേണ്ടി പടക്കപ്പെട്ടവരല്ല, കുറെ കള്ളു കുടിക്കാൻ വേണ്ടി പടക്കപ്പെട്ടവരല്ല, അനാവശ്യം പറയാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. നമ്മുടെ ഓരോ സെക്കൻഡുകളും കണ്ടുകൊണ്ടിരിക്കുന്ന രാജാവിന് ഇബാദത്തെടുത്ത് ജീവിക്കണം. ഞാൻ പറയട്ടെ, കുറഞ്ഞുപോയില്ലേ? അൽ-കഹ്ഫ് സൂറത്ത് പള്ളിയിൽ വെച്ച് വെള്ളിയാഴ്ച ഓതുന്നത് ചുരുങ്ങിപ്പോയില്ലേ? ഖുർആൻ ഓതൽ പ്രധാനപ്പെട്ട ഇബാദത്തല്ലേ? യാസീൻ ഓതുന്നത് കുറഞ്ഞുപോയില്ലേ? മഹാന്മാരെ മദ്ഹ് പറയുന്നത് ഇബാദത്തല്ലേ? അതാ മഹാന്മാരെ മദ്ഹ് പാടുന്നതും പറയുന്നതും ചുരുങ്ങിപ്പോയില്ലേ? എല്ലാ സൽക്കർമ്മങ്ങളും ചുരുങ്ങിപ്പോയില്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ മഹാനാണ്. ഒരു ദിവസം മൂപ്പരിങ്ങനെ ഒരു സ്ഥലത്ത് കൂടി, ബസറയിലെ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ കുറച്ച് കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നത് കണ്ടു. ചിന്തിക്കുന്ന ആളുകൾ ചെറുപ്പക്കാരെ കൂട്ടത്തിലുമുണ്ട്, കുട്ടികളെ കൂട്ടത്തിലുമുണ്ട്, വയസ്സുള്ളവരെ കൂട്ടത്തിലുമുണ്ട്, ചിന്തിക്കാത്തവരും എല്ലാ വിഭാഗത്തിലുമുണ്ട്. സഹോദരന്മാരെ, കളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കുട്ടികൾ അവരെ കളിസാധനങ്ങളെ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടി ദൂരെ നിന്ന് ഇങ്ങനെ ഇവരെ കളി നോക്കുകയാണ്. കളി നോക്കിയിട്ട് ആ കുട്ടി ഇങ്ങനെ കരയാണ്. ഞാൻ ഈ കുട്ടിയുടെ സമീപത്ത് ചെന്നു. ഞാൻ മനസ്സിലാക്കി കുട്ടി കളിക്കുന്ന കളിക്കോപ്പുകളൊന്നും ഇല്ലാത്തത് കൊണ്ട്, കളിക്കാനുള്ള സാധനം കിട്ടാത്തത് കൊണ്ട് ഈ കുട്ടി കരയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ആ കുട്ടിന്റെ സമീപത്ത് ചോദിച്ചു, മോനെ ഐബുനയ്യമായി എനിക്ക്, മോനെ നീ എന്തിനാ കരയുന്നത്? അസ്തരീലക്ക, നീ കളിക്കോപ്പുകളൊക്കെ ഞാൻ വാങ്ങിത്തരാമല്ലോ, നീ കളിച്ചോ, എന്തിനാ കരയുന്നു? ആ സമയത്ത് ഈ കുട്ടി എന്നിലേക്ക് കണ്ണിങ്ങുയർത്തിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, യാ ഖലീലൽ അഖ്ലി മാലിൽ അബി ഖുൽഖനാ. ഏയ് ബുദ്ധിയില്ലാത്ത മനുഷ്യ, കളിക്കാൻ വേണ്ടിയാണോ നമ്മളെ പടക്കപ്പെട്ടത്? ഞാൻ ചോദിച്ചു, മോനെ ഐബുനയ്യ ഫലിമാദാ ഖുൽഖനാ, മോനെ പിന്നെ എന്തിനാ നമ്മളെ പടക്കപ്പെട്ടത്? ഉടനെ തന്നെ കുട്ടിന്റെ മറുപടി, ലിൽ ഇൽമി വൽ ഇബാദ, ഇൽമ് പഠിക്കാനും ഇബാദത്തെടുക്കാനുമല്ലേ പടക്കപ്പെട്ടത്. ഖുൽതു, ഞാൻ ചോദിച്ചു, മോനെ മിൻ ഐന ലക ദാലിക ബാറക്കല്ലാഹു തആല ഫീക്, നിനക്ക് എവിടുന്ന് കിട്ടി മോനെ ആ ആശയം? അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ചെറിയ കുട്ടികൾ നല്ല വർത്തമാനം പറഞ്ഞാൽ ബാറക്കല്ലാഹു ഫീക് ദ്വാരക്കണം കുട്ടികൾ, അല്ലാതെ കണ്ടുവെക്കരുത്. എല്ലാ ആളുകളും കണ്ടുവെച്ചാണ്, കണ്ണുവെക്കാൻ പാടില്ല. കണ്ണേർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അൽ ഐനു ഹഖ്ഖുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കണ്ണേർ സത്യമാണ്. കണ്ണേർ പറ്റിയവരെ മന്ത്രിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടും ഉണ്ട്. അപ്പോൾ അതിലേക്ക് കടന്ന് ഞാൻ സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ സാധിച്ചാൽ നമുക്ക് കുറ്റിയാടിയിലെ പ്രസംഗത്തിൽ വെച്ച് പറയാം. ഇരിക്കട്ടെ, ആ സമയത്ത് ഈ ചെറിയ കുട്ടി ഖുർആനിൽ നിന്ന് ഓതുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. കേട്ടിട്ടില്ലേ അല്ലാഹു തആല പറഞ്ഞത്? നിങ്ങൾ വിചാരിച്ചോ നിങ്ങളെ വെറുതെ നമ്മൾ പടച്ചതാണെന്ന്? നിങ്ങളെ നമ്മളിലേക്ക് മടക്കപ്പെടുകയില്ലെന്ന് വിചാരിച്ചോ? ഞാൻ ഉടനെ ഈ കുട്ടിയോട് പറഞ്ഞു, മോനെ നീ നല്ല ആത്മീയ വിവരമുള്ള ഒരാളാണെന്ന് മനസ്സിലാകുന്നു, എന്നോടൊരു വഅദ് പറയൂ മോനെ. ഞാൻ ആ കുട്ടിയോട് എനിക്കൊരു വഅദ് പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആ കുട്ടി ചൊല്ലുകയാണ്, അറദ്ദുന്യാ തജഹസു ബിൻതിലാഖി മുസമ്മിറതൻ അലാ ഖദമിൻ വസാഖി. അറദ്ദുന്യാ, ദുനിയാവിനെ ഞാൻ കാണുന്നു, അത് പോകാൻ ഒരുക്കം കൂട്ടുകയാണ്. മുസമ്മിറതൻ അലാ ഖദമിൻ വസാഖി. ദുനിയാവതാ അതിന്റെ തണ്ടങ്കാലിന്റെ മേലെയും കണങ്കാലിന്റെ മേലെയും നടന്നു പോകാനിരിക്കുന്നു. ഫലദ്ദുനിയാ ബിബാഖിയത്തിൻ ലിഹയ്യി വലാ ഹയ്യുൻ അലദ്ദുനിയാ ബിബാഖി. ദുനിയാവ് ജീവിച്ചിരിക്കുന്നവന് അവശേഷിക്കുന്ന ലോകമല്ല, ജീവിച്ചിരിക്കുന്നവൻ ദുനിയാവിന്റെ മേൽ അവശേഷിക്കുന്നവനും അല്ല. കഅന്നൽ മൗത വൽ ഹദസാന ഫിഹാ ഇലാ നഫ്സിൽ ഫതാ ഫറസൻ ഫറസാ സിബാഖി.
മരണവും മുസീബത്തുകളുമൊക്കെ യുവാവായ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഓടിയടുക്കാൻ വേണ്ടി മത്സരിക്കുന്ന കുതിരകളെ പോലെയല്ലേ. ദുനിയാവ് കൊണ്ട് ചതിപെട്ടുപോയ മനുഷ്യ, ആ ദുനിയാവിൽ നീ ആവശ്യമായതൊക്കെ പോകുന്ന ലോകത്തേക്ക് കരുതിക്കൊകട്ടോ എന്നർത്ഥം വരുന്ന പദ്യമാണ് ഈ കുട്ടി ചൊല്ലുന്നത്. മഹാനായ ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കുട്ടി അതിന്റെ ശേഷം കണ്ണും മേൽപോട്ടുയർത്തിയിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് അല്ലാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. യമൻ ഇലൈഹിൽ മുബ്തഹൽ യമൻ അലൈഹിൽ മുത്തകൽ യമൻ ഇദാ മാ ആമിലുൻ യർജൂഹു ലം യുഖ്തിൽ അമൽ. വിഷമിച്ച് പറയാനുള്ള റബ്ബേ, എന്തും ഏൽപ്പിക്കാനുള്ള റബ്ബേ, കൊതിക്കുന്നവൻ കൊതിച്ചാൽ, നീ കൊടുക്കുമെന്ന് കൊതിച്ചാൽ പിഴച്ചു പോകാത്ത വിധത്തിൽ കൊടുക്കുന്ന റബ്ബേ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി ബോധരഹിതനായി വീണു. കുട്ടിയെ ഞാനെടുത്ത് അതാ മണ്ണും പൊടിയുമൊക്കെ തട്ടി. എല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ടി കുറച്ചു കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. ഞാൻ ആ കുട്ടി വിളിച്ചു, മോനെ, നീ ഒരു തെറ്റ് നിന്റെ മേൽ എഴുതപ്പെടാനൊന്നും പ്രായമായിട്ടില്ലല്ലോ, നീ ബുലോഹാത്ത പ്രായം തികയാത്ത കുട്ടിയല്ലേ. ആ സമയത്ത് എന്നോട് പറയുകയാണ്, ഇലൈക അന്നീയ ബഹ്ലൂൽ, ബഹ്ലൂലെ മാറി നിൽക്കൂ, എനിക്ക് പ്രായം കുറച്ചായതുകൊണ്ട് അള്ളെന്നെ ശിക്ഷിക്കൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്നി റഅയ്തു വാലിദതി തൂഖിദുൻ നാറ ബിൽ ഹതബിൽ കിബാരി ഫലാ യഖ്ദു ലഹാ ഇല്ലാ ബിസ്സിഗാർ. എന്റെ ഉമ്മ അടുപ്പിൽ തീ കത്തിക്കുന്നത് ഞാൻ കണ്ടതല്ലേ. ഉമ്മ വലിയ വലിയ വിറകിന്റെ കൊള്ളികൾ കത്തിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ അതിന് തീ പിടിക്കുന്നില്ല. അപ്പൊ ഉമ്മ ചെയ്യുന്നത് എന്താണ്? ചെറിയ ചെറിയ കൊള്ളികൾ വെച്ചു കൊടുത്തിട്ട് വലിയ കൊള്ളി കത്തിക്കുകയല്ലേ. ജഹന്നമിന്റെ വിറകായി വലിയ വലിയ മനുഷ്യന്മാര് വരുമ്പോ അക്കൂട്ടത്തിൽ അവരൊന്ന് കത്താൻ വേണ്ടി ഈ ചെറിയ കുട്ടിയായ എന്നെയും അല്ലാഹു അവരെ കത്തിക്കാൻ എടുത്തെങ്കിലോ ഞാൻ ഭയത്തിൽ തന്നെയാണ്. ബഹ്ലൂലേ വഫൽതു വഹദിൽ മൗതി ഫീ യതരിയഹദു ഫഇല്ലം മർഹി യൗമൽ ഫലാ ബുദ്ദ അൻ നഗ്ദു. ഞാൻ ശ്രദ്ധയില്ലാത്ത ജീവിതം ജീവിച്ചു പോയി. എന്റെ പിന്നാലെ അതാ മരണത്തിന്റെ പാട്ടുകാരൻ വരുന്നു. ഞാനൊരു ദിവസം പോകാൻ ഒരുങ്ങിയില്ലെങ്കിലും, എനിക്ക് രാവിലെ പോയില്ലെങ്കിലും വൈകുന്നേരം പോകാതെ നിവൃത്തിയില്ല, വൈകുന്നേരം പോയില്ലെങ്കിൽ രാവിലെ പോകാതെ നിവൃത്തിയില്ല. ഉനഇമു ജിസ്മി ബിൽ ലിബാസി വലീനിഹി വലൈസ ലിജിസ്മി മിൻ ലിബാസിൽ ബലാ ബുദ്ദു. ഞാൻ എന്റെ ശരീരം മിനുക്കുന്ന പരിപാടിയിലാണ്, ഞാൻ എന്റെ കുപ്പായം എങ്ങനെയാകണം എന്ന ചിന്തയിലാണ്, എന്റെ കുപ്പായം മിനുക്കാനുള്ള പരിപാടിയിലാണ്, ഞാൻ ഏറ്റവും നേരിയ കുപ്പായം അവിടുന്ന് കിട്ടുമെന്ന ചിന്തയിലാണ്. പക്ഷേ ഒരു ദിവസം ഞാൻ ഉടുത്ത തുണികളൊക്കെ ദ്രവിച്ചു പോകുന്ന ഖബറിലേക്ക് നീങ്ങേണ്ടതുണ്ടല്ലോ. ഖബറിൽ വെച്ച് എന്റെ കുപ്പായമൊക്കെ ദ്രവിച്ചു പോകുന്നൊരു സമയമുണ്ടല്ലോ. എന്റെ ചെറുപ്പക്കാരായ മക്കളെ, അല്ലാഹു നിങ്ങൾക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്ന നമ്മൾ ആ ഇബാദത്ത് ബാത്തിലാക്കാതെ ചെയ്യേണ്ടതില്ലേ? ലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കരുതെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് പറയുന്നു മക്കളെ, ശ്രദ്ധിച്ചോ. നമ്മൾ ഒളുവെടുക്കുന്ന സമയത്ത് കഴുകേണ്ട സ്ഥലങ്ങൾ മുഴുവനും കഴുകിപ്പോകണം. നമ്മുടെ ഒളുവെടുക്കുമ്പോൾ മുഖം കഴുകുമ്പോ മുഖത്തിന്റെ ഒരു ഭാഗവും വിട്ടുപോകാതെ വെള്ളം ഒലിക്കണം. അങ്ങനെ ഒലിച്ചു എന്ന് ഉറപ്പ് വരണമെങ്കിൽ തലയുടെ ഭാഗത്ത് നിന്ന് കൂടി കുറച്ച് കഴുകിപ്പോയാലേ മുഖം മുഴുവനും കഴുകി എന്ന ഉറപ്പ് നമുക്ക് ലഭിക്കുകയുള്ളൂ. മുഖം പൂർണ്ണമായി നമ്മൾ കഴുകിയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വുദു ബാത്തിലാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിസ്കരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം പറയുകയാണ്. നിസ്കരിക്കുന്ന സമയത്ത്
കാലിന്റെ വിരലിന്റെ അടിഭാഗം, കാലിന്റെ വിരലിന്റെ പള്ളഭാഗം നിലത്ത് കുത്തണം. അല്ലാതെ കൊട്ടിവെച്ചാൽ പോരാ, കുത്തനെ വെക്കുന്നതും ശരിയല്ല. മറിച്ച് കാല് പൊക്കാനും പാടില്ല, മറിച്ച് കാലിന്റെ വിരലിന്റെ പള്ള നിലത്ത് കുത്തിയിട്ട് സുജൂദ് ചെയ്യണം. പല ചെറുപ്പക്കാരും സുജൂദ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുന്നത് കാണുന്നില്ല. ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, തലയുടെ അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് നീണ്ടുപോകുന്ന മുടിയുടെ കുറച്ചു ഭാഗം തടകിയാൽ വുദൂ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടകിയതുപോലെ തല മുഴുവനും തടകുക. അങ്ങനെ തടകിയില്ലെങ്കിൽ വുദൂ തന്നെ ബാത്തിലാണെന്നല്ലേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ബാത്തിലാണെന്ന് പറയുന്നില്ലെങ്കിലും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരിക്കലും തന്നെ തലയുടെ അല്പഭാഗം മാത്രം തടകിയിട്ട് ഒരു വുദൂ എടുത്തിട്ടില്ലല്ലോ. വുദൂ എടുക്കുമ്പോൾ മുഴുവനും തടകലല്ലേ അവിടുത്തെ പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് തലപ്പാവ് പൊക്കിയിട്ട് മൂർദാവിന്റെ സ്ഥലം തലയിൽ തടകിയിട്ട് ബാക്കി തലപ്പാവിന്റെ മേലെ തടകി പൂർത്തിയാക്കാറുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. അതുകൊണ്ട് തന്നെ തലപ്പാവ് ധരിക്കൽ സുന്നത്താണെന്ന് പഠിക്കുന്നതിന്റെ പുറമെ തലപ്പാവിന്റെ മേലെ പൂർത്തിയാക്കുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവിലുണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും തല മുഴുവനും തടകാനാണ് ശ്രമിക്കേണ്ടത്. ഇതുപോലെ ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്നു കൊടുക്കേണ്ടത്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ ഒന്നു തന്നെ ശരിയല്ലെന്ന് മുമ്പ് ഞാൻ ബിസ്മിയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കഴിഞ്ഞ പ്രസംഗങ്ങൾ നടന്ന CD കേസറ്റുകളൊക്കെ കേൾക്കാത്തവരെന്ന് വാങ്ങി കേട്ടോളൂ. ഇരിക്കട്ടെ, ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ഉണർത്തുകയാണ്. അതുപോലെ സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഒന്നു കൊടുക്കേണ്ടത്. ഇതുപോലെ നിസ്കരിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ എന്ന സ്ഥലത്ത് റബ്ബിൽ ആലമീൻ എന്നായി പോകരുത്. മറിച്ച് റബ്ബിൽ എന്ന ലാമിന് സുക്കൂൻ ചെയ്തതിന് ശേഷം ആലമീൻ എന്ന ഐന് പ്രത്യേകം ശ്രദ്ധിച്ച് മൊഴിയണം. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ എന്ന് ലാമിന് ശ്രദ്ധ ചെയ്തുകൊണ്ടായി പോകരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതുപോലെ തിരക്കിട്ട് നിങ്ങൾ ഓതുന്ന സമയത്ത് അർറഹ്മാനിർ റഹീം എന്നതിന് ശേഷം ശ്വാസമെടുത്തിട്ട് മാലിക് യൗമിദ്ദീൻ എന്ന് ഓതുക. അതാണ് ഏറ്റവും നല്ല രൂപം. അല്ലാതെ നിങ്ങൾ ഓതുകയാണെങ്കിൽ അർറഹ്മാനിർ റഹീം എന്ന് ആ മീമിന് കസ്ർ ചെയ്തതിന് ശേഷം മാലിക് യൗമിദ്ദീൻ എന്ന മീം എടുത്തോതുക. അല്ലെങ്കിൽ ഒരു മീം നഷ്ടപ്പെട്ടു പോകും. അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എന്നോ അല്ലെങ്കിൽ അർറഹ്മാനിർ റഹീം എന്നതിന് ശേഷം ശ്വാസം എടുത്തിട്ട് മാലിക് യൗമിദ്ദീൻ എന്നോ നിങ്ങൾ ഓതുക. ഇതുപോലെ സഹോദരന്മാരെ, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുമ്പോ അല്ലാഹു എന്നതിന് ശേഷം അക്ബർ എന്ന അ എന്ന അക്ഷരം നന്നായി ശ്രദ്ധിക്കുക. അ എന്ന അക്ഷരം തൊണ്ടയുടെ അങ്ങേ തലക്ക് നിന്നാണ് മൊഴിയേണ്ടത്. അപ്പൊ അല്ലാഹു എന്ന സ്ഥലത്ത് അ എന്ന് നമ്മൾ മൊഴിഞ്ഞതുപോലെ അക്ബർ എന്ന സ്ഥലത്തും അ എന്ന അക്ഷരം മൊഴിഞ്ഞിരിക്കണം. നേരെ മറിച്ച് ചില ആളുകൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുന്നവരുണ്ട്. അല്ലാഹു എന്നതിന് ശേഷം അവർ മൊഴിയുന്നത് അ എന്ന അക്ഷരമല്ല, മറിച്ച് വ എന്ന വാവാണ് മൊഴിയുന്നത്. നിസ്കാരം ബാത്തിലാണ്. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് ആ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ച് മൊഴിയണം. നമ്മുടെ ഇബാദത്ത് ബാത്തിലായി പോകരുതല്ലോ. അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്ത് സഹീഹായി കിട്ടണം.